ഹലോ നമസ്തേ, ദിസ് ഇസ് ഡോക്ടർ നിവേദ്യ ഫ്രം ഡോക്ടർ നിവേദ്യാസ് കേരള ആയുർവേദ വൈദ്യം വിജയവാഡ. ഇന്ന് ഞാൻ ഡിപ്രഷനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ പേർക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഡിപ്രഷൻ എന്നൊരു പറയുന്നത് ഒരു വലിയ വേർഡാണ്. അതൊരു കണ്ടീഷനാണ്. അത് ശാരീരികവും മാനസികവുമായി ചില സിംറ്റംസ് വരുമ്പോഴേ ഡിപ്രഷനിലേക്ക് വരുള്ളൂ. അതും കാലാന്തരമായിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങളാണ് ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ഡിപ്രഷനാണെന്ന് പറയാൻ പാടില്ല. ഓക്കെ. പിന്നെ സാഡ്നെസ്സിനെ ഡിപ്രഷനായിട്ടും കരുതിയിരിക്കുന്നുണ്ട്. സാഡ്നെസ് എന്ന് പറയുന്നത് ഒരു 5-6 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷെ ഡിപ്രഷൻ കാലാന്തരമായിട്ട് അങ്ങനെ ഇരിക്കും. അതുപോലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലോ മൂഡായിട്ടിരിക്കുന്നതാണെന്ന് പറയും. അല്ല, ഡിപ്രഷനിൽ ആങ്സൈറ്റിയും ഉണ്ടാവാറുണ്ട്. സോ ഡിപ്രഷനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് ശേഷം മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ആയുർവേദത്തിൽ ഡിപ്രഷനെ കുറിച്ച് മാനസിക രോഗം വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. മാനസികം ചികിത്സകളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം ധീർധൈര്യ ആത്മാതി മനോദോഷൌഷധം പരം എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് മാനസിക ചികിത്സ നമ്മൾ തന്നെ നമ്മളെ അറിയുക, അതായത് സ്പിരിച്വലി നന്നായി ഉയരുക, ധൈര്യം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഡിപ്രഷനെ മാറ്റിയെടുക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ. അങ്ങനെ മാറാത്ത ഡിപ്രഷൻസിന് ആയുർവേദത്തിൽ നല്ല ചികിത്സകളുണ്ട്. ശിരോധാര, ശിരോപിച്ചു, ശിരോവസ്തി, നെല്ലിക്കാത്തളം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മലയാളീസിന് എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളാണ്. അപ്പം അതിൻ്റെ കൂടെ ചില ഔഷധങ്ങളും ഉണ്ട്. നല്ല ഈ പോലെ മാനസിക രോഗങ്ങൾക്ക് നന്നായിട്ട് മാറാനുള്ള അശ്വഗന്ധ പോലുള്ള നല്ല കല്യാണഘൃതം, കല്യാണം കഷായം, ഇതൊക്കെ മാനസിക ഔഷധങ്ങൾ വേറെ തന്നെ ഉണ്ട്. അപ്പം അതിന് ചികിത്സ തേടുന്ന ആൾക്കാർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ കിട്ടുന്നതായിരിക്കും.